വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നവയാണ്. എന്നാൽ അറിവ് ഒരു വിസ്മയമായി മാറുന്ന വേദിയാകുമ്പോഴോ? ഇത് സ്വിസ് എഡ്ടെക് അശ്വമേധം. എന്നും നമ്മളോടൊപ്പം കൂട്ടായി നിൽക്കുന്ന ജൂറിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ശ്രീ ജോ ആന്റണി, നമസ്കാരം സർ. നമസ്കാരം. അറിവിനെ വിസ്മയിപ്പിക്കുന്ന അറിവിന്റെ സ്വന്തം ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ് സ്വാഗതം ചെയ്യുന്നു. പ്രായം പലപ്പോഴും ഒരു സംഖ്യ മാത്രമാണ്. അതിജീവിക്കുവാനും പൊരുതുവാനുമുള്ള മനുഷ്യൻ്റെ ഇച്ഛാശക്തിയുടെ മുന്നിൽ മാറി നിന്നിട്ടുണ്ട് പ്രായം. പ്രതിഭയുടെ കാര്യത്തിലാകട്ടെ പ്രായം ഒരു തടസ്സമോ ഒരു മതിലോ ആകുന്നില്ല താനും. ജീവിതത്തിനെ വളരെ ശക്തമായ മത്സരമായി മുന്നോട്ട് കണ്ട ഒരു സാധാരണക്കാരനായ മനുഷ്യൻ പിന്നീട് ലോകം മുഴുവനുമുള്ള ആരാധകരുടെ ഹൃദയം കീഴടക്കിയ കഥയാണ് ശിവാജിറാവു ഗെയ്ക്വാദിൻ്റേത്, സാക്ഷാൽ രജനീകാന്തിൻ്റേത്. നോക്കൂ, പ്രായം ഒരു സംഖ്യ മാത്രം തന്നെ. സ്വാഗതം. സ്വിസ് എഡ്ടെക് അശ്വമേധം. അശ്വമേധത്തിൽ ഈ ദിവസം രജനീകാന്തിനെ കുറിച്ച് പരാമർശിച്ചു തുടങ്ങാൻ കാരണം മലയാളികൾക്കാകെ പ്രിയങ്കരിയായി മാറിയ ഒരു താരം ഈ ദിവസം അതിഥിയായി എത്തുന്നു എന്നതുകൊണ്ടാണ്. മകൾ മാത്രമല്ല, അച്ഛനും ചലച്ചിത്ര മേഖലയിൽ കയ്യൊപ്പ് പതിപ്പിച്ച വ്യക്തി തന്നെ. വഴക്ക് എന്ന ചലച്ചിത്രത്തിലൂടെ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ആ കുട്ടി, ആ പ്രതിഭ, ആ നക്ഷത്രം, ആ ചിത്രശലഭം രജനീകാന്തിൻ്റെ വേട്ടയ്യൻ എന്ന ചലച്ചിത്രത്തിൽ നിർണായകമായ കഥാപാത്രത്തെ അവതരിപ്പിച്ച് ഒരു പാൻ ഇന്ത്യൻ അപ്പീലിന് ഉടമയായി. സ്വാഗതം ചെയ്യാം ഈ വേദിയിലേക്ക് ആ അച്ഛനെയും മകളെയും ഏറെ സ്നേഹത്തോടെ. തന്മയ സോൾ, അരുൺ സോൾ, വാക്ക് ഇൻ പ്ലീസ്. വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറേറ്റ് ഓഫീസിലെ കേരളപ്പിറവി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോഴാണ് ഞാൻ തന്മയോട് അശ്വമേധത്തിൽ പങ്കെടുക്കണം എന്നാവശ്യപ്പെട്ടത്. അച്ഛനും ഒരുമിച്ചാണ് വന്നത്. അരുൺ, സോൾ ബ്രദേഴ്സ് അല്ലേ? അതെ. അരുണിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ട്വിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് പറയൂ അരുൺ, പ്രേക്ഷകർക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. റിലാക്സ് ചെയ്തിരിക്കും. അതെ, ഞാനും ഞാൻ പ്രതികരണം എന്ന് വിളിക്കുന്ന പ്രതികരണം, ഞങ്ങൾ ഒരുമിച്ച് കോളേജിലാണ്. ചേട്ടൻ നമ്മുടെ സീനിയറായിരുന്നു. അവിടെ പഠിച്ചിരുന്നു. പക്ഷേ ചേട്ടൻ ഇറങ്ങി ഉടനെ ഞാൻ അജയനൊക്കെ മരിച്ച അജയൻ്റെ ഒക്കെ കൂടെ ആ സമയത്ത് ഞാൻ പഠിച്ചിറങ്ങി കഴിഞ്ഞാണ്. അതെ, പക്ഷെ അപ്പോഴും പേരവിടെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇതുപോലെ എൻ്റെ ജൂനിയറായി പഠിച്ചിരുന്ന ഒരു കുട്ടി, നമ്മുടെ ഒരു അനുജനാണ് എന്ന് നിൻ്റെ മൊയ്തീൻ സിനിമ സംവിധാനം ചെയ്തത്, വിമൽ. എനിക്കവിടെ സെൻറ്റ് സേവ്സ് കോളേജിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു അവിടെ പഠിക്കണമെന്നൊക്കെ ആയിരുന്നു. പക്ഷേ സയൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് അമ്മ നേരെ ചെമ്പഴന്തിയിൽ അമ്മയുടെ നിർബന്ധത്തിലാണ് കൊണ്ടുവന്നത്. എനിക്ക് പക്ഷേ സയൻസും കിട്ടിയില്ല, അവിടെ ഫസ്റ്റ് ഗ്രൂപ്പാണ് കിട്ടിയത്. അപ്പം അവിടെ പോയി മെനക്കെട്ട് പഠിക്കാൻ ശ്രമിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല. സാധനമൊക്കെ ഒരു മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ക്ലാസ്സിൽ കയറാറായി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് വേണ്ട, തേർഡ് ഗ്രൂപ്പ് മതി എന്ന് പറഞ്ഞ് തേർഡ് ഗ്രൂപ്പിലോട്ട് വന്നു. അങ്ങനെയാണ്. കോളേജിൽ ഭയങ്കര, നമ്മൾ സ്കൂളിൽ നിന്ന് ഭയങ്കര ഡീസൻ്റായിട്ടൊക്കെ നിന്നിട്ട് കോളേജിൽ വന്നപ്പോൾ ഭയങ്കര ഫ്രീഡം ഒക്കെ ആയിരുന്നു. അടിച്ചു പൊളിച്ചൊക്കെ പോയി. പരീക്ഷയ്ക്ക് തുണ്ട് വെച്ച് പിടിച്ചു, സ്ക്വാഡ് പിടിച്ച് ഡീബാർ ചെയ്ത് മൊത്തത്തിൽ പോയി. ജീവിതമേ ഒരു പരാജയം ആയി. എല്ലാ വീട്ടുകാർക്കും ഇഷ്ടമല്ല, പക്ഷെ അവിടെ ഒന്നൊരു പരാജയം ഉണ്ടായിരുന്നു. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായത്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത്, അയ്യോ നമ്മൾ പരാജയപ്പെട്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ നന്നായില്ലായിരുന്നു, എന്തെങ്കിലുമൊക്കെ പഠിക്കണം. പിന്നെ ഞാൻ പ്രീ ഡിഗ്രി മൊത്തം എഴുതിയെടുത്തു. അതിന് തുടർ പോയില്ല. പിന്നെ പല മേഖലകളിൽ ബേക്കറിയിൽ ജ്യൂസ് അടിക്കാൻ തൊട്ട് തുടങ്ങി. ഇതാണ് സിനിമയിലേക്ക് വരും. അതെ, അതൊക്കെ വിടാം അല്ലേ. സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമേ. സനൽകുമാർ ശശിധരൻ്റെ സെക്സി ദുർഗയിൽ അഭിനയിച്ചു. പിന്നെ ഏതിലാണ്? കയറ്റത്തിലുണ്ടായിരുന്നു. കയറ്റത്തിൽ വർക്ക് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ മോൾ അഭിനയിച്ച വഴക്കിൽ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. വാഴയിൽ അഭിനയിച്ചോ? വാഴയിൽ ഒരു അച്ഛൻ ഞാനാണ്. ആരുടെ അച്ഛനായിരുന്നു അതിൽ? കലാം. അനിൽ രാജു ഒക്കെ ഉണ്ടായിരുന്നല്ലോ വാഴ. അതെ, അനിൽ രാജു. അങ്ങനെയാണ് തന്മയയിലേക്ക് ഇനി കഥ പോകുന്നത്. തന്മയ സോൾ വഴക്കിലൂടെ സ്റ്റേറ്റ് അവാർഡ് നേടി. അങ്ങനെ ഇരിക്കെ വേട്ടയ്യൻ എന്ന രജനീകാന്തിൻ്റെ സൂപ്പർ സ്റ്റാർ മൂവിയിലേക്ക് ഓഡിഷൻ ടെസ്റ്റിന് പോയി. എന്തായിരുന്നു അവിടെ ചെയ്തത്? അവിടെ ചെയ്തത് വീഡിയോ അയച്ചു തരാനാണ് പറഞ്ഞത്. പക്ഷേ
ഓഡീഷൻ ഭയങ്കര യൂണിക് വേ ആയിരുന്നു. ഇവിടെ ഭാരതിലായിരുന്നു, അവിടെ ആയിരുന്നു, ട്രിവാൻഡ്രത്ത് വെച്ചായിരുന്നു ഓഡീഷൻ. അപ്പം ബാക്കിയുള്ള കുട്ടികളല്ല മെയിൻ ആൾക്കാർ ഓഡീഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ സൂര്യ എന്ന് പറഞ്ഞ കസിൻ ഡയറക്ടർ സാറിൻ്റെ കൂടെ അടുത്തിരിക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും ഓഡീഷൻ ചെയ്യുന്നത് ഞാൻ സാറിൻ്റെ കൂടെ ഇരുന്ന് കാണുമായിരുന്നു. അപ്പോൾ സാറിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നിൽക്കാനകത്ത് ഒരാൾ വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിൽ ഈ പ്ലേയിൽ നീയും കൂടെ കയറി ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതുവരെയായിട്ട് അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ പല പല ക്യാരക്ടറായി. ഞാൻ പാൽക്കാരനായി, കാമുകിയായി, അമ്മയായി, കുട്ടിയായി. അപ്പോൾ അതെല്ലാം ഈ എപ്പിസോഡിന്റെ ഒടുവിൽ കാണിക്കണം ഇവിടെ. അപ്പോൾ അങ്ങനെയായിരുന്നു കിട്ടിയത്. അപ്പോൾ ഞാൻ അങ്കിളിൻ്റെ കൂടെ ഭയങ്കരമായിട്ട് മിങ്കിളായി സൂര്യ എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്ത്. അപ്പോൾ വേട്ടയാനിൽ ഒരു ഷൂട്ട് നടക്കുന്ന ടൈമിൽ ഈ ഓഡീഷൻ വരെ കിട്ടിയ ഒരു ചേച്ചീനെ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചീനെ പറഞ്ഞു സൂര്യ സാറിൻ്റെ മോളായിരുന്നു എന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം അത്രയും ഫ്രീഡം ഉണ്ടായിരുന്നു എനിക്ക് ആ സിനിമ വർക്ക് ചെയ്യാൻ. രജനീകാന്തുമായുള്ള പരിചയപ്പെട്ട നിമിഷവും അദ്ദേഹമായിട്ടുള്ള നന്നായിട്ട് സംസാരിക്കുകയും ചെയ്തല്ലോ. എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? അടിപൊളിയായിരുന്നു. അതും ഭയങ്കര എൻ്റെ ലൈഫിൽ ഏറ്റവും ഭയങ്കര പ്രഷ്യസ് മൂമെൻ്റ് ആയിട്ട് തോന്നുന്ന. ഇങ്ങനെ ലോറിക്കണക്കിന് ഊർജം ഒഴുകി വന്നോ? അതാണ് രജനി സാറും അമിതാഭ് ബച്ചൻ സാറിനോടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോട്ട് അവർ രണ്ടുപേരും കൂടെ ആയിരുന്നു. എന്ത് വേണം? ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോട്ട്, ഒരു വശത്ത് രജനീകാന്ത്, ഒരു വശത്ത് അമിതാഭ് ബച്ചൻ. ഭയങ്കര വലിയൊരു, അവർ രണ്ടുപേരും ഇരിക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നും കാണാൻ പറ്റില്ല, അവർ രണ്ടുപേരും മാത്രം. കാരണം വേറെ ഒന്നും നോക്കാൻ തോന്നില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. എനിക്ക് രജനി സാറിനെ കണ്ടിട്ട് ഭയങ്കര ക്യൂട്ട്, റൊമാൻറ്റിക് അല്ല, ഭയങ്കര ഭംഗിയാണ് സാറിന്. ഞാൻ സാറിനടുത്ത് നേരിട്ട് പറഞ്ഞ് പറ്റിയ ഭാഗ്യം കിട്ടി. സാറിങ്ങനെ വെറുതെ ഇരിക്കുക. ഞാൻ സാറിനടുത്ത് പറഞ്ഞു, സാർ എനിക്ക് സാറിനെ വെറുതെ സ്റ്റെയർ ചെയ്യാൻ തോന്നുന്നു, അത്രയ്ക്ക് ரொம்ப അഴകാ ഇറക്കുന്നു പറഞ്ഞു. അപ്പോൾ സാർ താങ്ക് യു ചെല്ലും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഭയങ്കര വലിയ എൻ്റെ പട്ടം ഗേൾസ്. കലോത്സവത്തിലൊക്കെ പങ്കെടുത്തില്ലേ? കലോത്സവത്തിന് ജില്ല വരെ പോയിരുന്നു. എ ഗ്രേഡ് കിട്ടി. അതാണ് അത്രയും സാധ്യത കിട്ടി. സ്റ്റേറ്റ് പോകാൻ പറ്റിയില്ല, അടുത്ത പ്രാവശ്യം ശ്രമിക്കും. എനിക്ക് കുറച്ച് പാട്ട് വേണം നിങ്ങളുടെ. പിന്നെ അമ്മയ്ക്ക് നമുക്കിവിടെ സോൾ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ അവിടെ മാനേജർ ആയിട്ട്. അമ്മയുടെ പേരെന്താ? ആശ പ്രിയദർശൻ. ആശ വന്നില്ല. ഞാൻ ഉച്ചമായിട്ട് വന്നു. ഒരു മോളും കൂടെ ഉണ്ട്. മോളുടെ പേരെന്താ? തമന്ന സോൾ. തന്മയ സോൾ. ഈ സിനിമ കഴിച്ചിട്ട് ഒരുപാട് ആരാധകരുടെ കത്തുകളൊക്കെ വന്നു. കത്ത് കിട്ടിയിട്ടുണ്ട്. കൊല്ലം സ്കൂളിൽ നിന്ന് ഒരു വിദ്യാർത്ഥിനി എനിക്ക് ലെറ്റർ അയച്ചായിരുന്നു. കാശ് കിട്ടിയോ? കാശ് അതെല്ലാം ഞാനാ വാങ്ങിച്ചത്. എനിക്കറിയില്ല. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഒരുപാട് കാലം, ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് മനോഹരമായി ചെയ്യാൻ കഴിയട്ടെ. ആദ്യത്തെ മേഖലയിലേക്ക് മലയാളിക്ക് ഏറെ പ്രിയപ്പെട്ട തന്മയെയും തൻ്റെ കർമ്മമേഖല അതിജീവനത്തിൻ്റെ പാതയിലൂടെ വെട്ടിപ്പിടിച്ച അരുൺ സോളും ഒരുമിച്ച്. ഇവരാണ് ഗ്രാൻഡ് മാസ്റ്റർ, ഞാനല്ല ഈ മേഖലയിൽ. കം ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. നിങ്ങൾ കണ്ടെത്തേണ്ട വ്യക്തിയെക്കുറിച്ചുള്ള ഒന്നാമത്തെ സൂചന. ഇതേതാ സ്ഥലം? കന്യാകുമാരി. നിങ്ങൾ കണ്ടെത്തേണ്ട വ്യക്തി തൻ്റെ സർഗയാത്ര ആരംഭിച്ചത് കന്യാകുമാരിയിലാണ്. സ്വാമി വിവേകാനന്ദൻ അല്ല. രണ്ടാമത്തെ സൂചനയിലേക്ക് കടക്കാം. ശരി, കൊള്ളാം, അങ്ങനെ ഗസ് ചെയ്യൂ. സാധാരണ മരണത്തെ കണ്ടതിന് ശേഷം പറുദീസയിലേക്ക് പോകും അല്ലേ? പക്ഷേ നിങ്ങൾ കണ്ടെത്തേണ്ട വ്യക്തി പറുദീസയ്ക്ക് ശേഷം മരണത്തെ മുഖാമുഖം കണ്ടു. മൂന്നാമത്തെ സൂചനയിലേക്ക് പോകാം. ക്രൈം 302 അതൊരു പുസ്തകത്തിൻ്റെ, ഒരു കൃതിയുടെ പേരാണ്. അത് എഴുതിയത് നാരായണൻ കൃഷ്ണൻ എന്ന ആളാണ്. നിങ്ങൾ കണ്ടെത്തേണ്ട വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രേരക ശക്തി നാരായണൻ കൃഷ്ണൻ എന്ന ക്രൈം 302 എഴുതിയ ആളാണ്. നാരായണൻ കൃഷ്ണൻ അല്ല, നാരായണൻ കൃഷ്ണൻ ആണ് നിങ്ങൾ കണ്ടെത്തേണ്ട വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രേരക ശക്തി. ജനിച്ച അന്ന് മുതൽ, ഐ റിപ്പീറ്റ്, ജനിച്ച അന്ന് മുതൽ. അവസാനം തലയിലിട്ട് തന്നെത്താൻ അടിക്കരുത്, അതടിക്കും. നാലാമത്തെ സൂചന. ജഗതി ശ്രീകുമാറിൻ്റെ ആക്സിഡൻ്റ് ആണെന്ന് തോന്നുന്നത്. അറിയില്ല.
അങ്ങനെയാണെങ്കിൽ ജഗതി ശ്രീകുമാർ എന്ന് പറയൂ. തെറ്റാണെങ്കിൽ നമുക്ക് അടുത്ത ജഗദീഷ് ശ്രീനിവാസ്. ജഗതി ശ്രീകുമാർ. പുള്ളിയുടെ ആക്സിഡൻ്റ് ആണ്. അതിന് കന്യാകുമാരിയായിട്ട് എന്ത് ബന്ധം? എന്തോ ഒരു കണക്ഷനുണ്ട് സാർ. ജഗതി NK ആചാരി സാറൊക്കെ കന്യാകുമാരി അല്ലായിരുന്നു പണ്ട്, അവിടെയാണ് ജനിച്ചത് സാർ. അതിന് ക്രൈം 302 ക്രൈം അതാണ് എനിക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റാത്ത. അത് മൊത്തത്തിൽ ഒരു നമുക്ക് അവസാനത്തെ സൂചന ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടാകുമോന്നറിയില്ല. അവസാനത്തെ സൂചന നിങ്ങൾ കണ്ടെത്തേണ്ട ആളുടെ ശബ്ദം കേൾപ്പിക്കുമായിരുന്നു ഞാൻ. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ. സാർ ആ ആക്സിഡൻ്റ് ഇനി നമുക്ക് സൂചനകളൊന്ന് കണ്ടാലോ? അതെ. ആദ്യത്തെ സൂചന കന്യാകുമാരി എന്ന ചലച്ചിത്രത്തിലാണ്. സർഗയാത്ര എന്നല്ലേ ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സർഗയാത്ര, അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത് കന്യാകുമാരി എന്ന സിനിമയിലാണ്. രണ്ടാമത്തേത് പറുദീസയ്ക്ക് ശേഷമാണ് അദ്ദേഹം മരണത്തെ മുഖാമുഖം കണ്ടത്. പറുദീസ എന്ന സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ആക്സിഡൻറ്റ് ഉണ്ടായത്. മൂന്നാമത്തേതാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നായി അറിയാമായിരുന്ന സൂചന. ജഗതി നാരായണൻ കൃഷ്ണൻ എന്ന ജഗതി NK ആചാര്യയുടെ പ്രശസ്തമായ നാടകമാണ് ക്രൈം 302. നാലാമത്തെ സൂചന സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ആക്സിഡൻ്റ് ആയിരുന്നു. അഞ്ചാമത്തേത് അദ്ദേഹത്തിൻ്റെ ശബ്ദമാണ്. 25,000 രൂപയ്ക്ക് വേണ്ടി അശ്വമേധത്തിൽ ഏർപ്പെടാൻ തന്മയയ്ക്കും അരുണിനും ഇതാ അവസരം. ഓൾ ദ ബെസ്റ്റ്. റെഡി? പോവാം. ഒരു പാട്ട് പാടും. പാടാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പാടാം. ആദ്യം തന്നെ പാട്ട് പാടാൻ അറിയില്ലാത്തുള്ള കാര്യം പറയാം. കഴിഞ്ഞ ദിവസം ഡോക്ടർ ദിവ്യ എന്നൊരു മത്സരാർത്ഥി പങ്കെടുത്ത എപ്പിസോഡിൻ്റെ താഴെ യൂട്യൂബിൽ ആളുകൾ മുഴുവൻ കമൻ്റ് ഇട്ടിരിക്കുന്നത് എന്തിനാണ് ഈ ദിവ്യ കള്ളം പറഞ്ഞത് എന്ന്. കാര്യം ദിവ്യയോട് ഞാൻ പാടുമെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയില്ല എന്നാണ് പറഞ്ഞത്. അതിഗംഭീരമായിട്ടാണ് പാടിയത്. കേൾക്കട്ടെ. കമന്റ് വരില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ വേട്ടയാൻ്റെ ഓഡീഷന് വേണ്ടി പഠിച്ചൊരു പാട്ട് പാടാം. വേട്ടയാൻ്റെ ബ്രദർ അസൽ കോലാർ ആയിരുന്നു, റാപ്പറാണ്. സാറിൻ്റെ ഒരു പാട്ട് നാറിത പാട്ടിൽ புகையில் அறுவடைக்கு தயாரான ஆப்பனஞ்சு கலைகளுக்கு தலைவலியோ போக்கி போன தலையெடுத்து அடடா ஆட்டை போட்டு கெட்டி வச்சு கோனில் கத்தி லாலியெடுத்து அறுத்து போட்டு அனுப்பிடு கோ ஃபேக்ட்ரிக்கு டே எல்லாம் ப்ளூ பிரிண்ட் தெரியாமிச்சு சக்ஸஸ்ஃபுல்லாக முடி ஏடி வந்து அவளை கலை சமைக்கு அட ஆட்டு சாருக்கு வீட்டு சுருக்கு வேலைகளை போல வேலை வந்த வேர்ல்டு வைடு லிங்க் எல்லா ஊரும் நம்ம ருஸ் அத்தா பண்ண ஐயோ നന്നായി. യെസ്, ഞാൻ അത് അപ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് പഠിച്ച പാട്ടായിരുന്നു. അനീഷ പ്ലീസ്. മനസ്സിൽ വിചാരിച്ച ആളിൻ്റെ പേര് അവിടെ ഏൽപ്പിച്ചു. ശ്രീ ജോ ആൻ്റണി, തന്മയും അരുണും മനസ്സിലോർത്ത പേര് അംഗീകരിക്കുന്നു. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക്. യാഗം. ഇന്ത്യൻ? അതെ. മലയാളി? അല്ല സർ. പുരുഷൻ? അതെ സർ. ജീവിച്ചിരിപ്പുണ്ട്? ഉണ്ട്. സൗത്ത് ഇന്ത്യൻ? അല്ല. രാഷ്ട്രീയം, കല, സാഹിത്യം? കലയെന്ന് പറയാമല്ലോ സർ. പറയാം. പ്രൊഫഷണൽ ആർട്ട്? യെസ്. പാചക കല, ചമയകല? നോ. ഫാഷൻ ഡിസൈനിങ്, കോസ്റ്റ്യൂം? നോ. അല്ല. നോ. അത് കൊള്ളാം. 9 ചോദ്യത്തിനിടയിൽ ഇന്ത്യനായ ഒരു സൗത്ത് ഇന്ത്യൻ അല്ലാത്ത പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണെന്ന് മനസ്സിലായി. അതെ. മീഡിയ? യെസ്. 10 ചോദ്യങ്ങൾ. യജ്ഞം. ടെലിവിഷൻ? നോ. ഒരു പ്രസൻറ്റർ അല്ല. ടെലിവിഷൻ പ്രസൻറ്റർ അല്ല. അല്ല. ടെലിവിഷൻ പ്രസൻറ്റർ അല്ല. മീഡിയ എസ് എന്ന് പറഞ്ഞത് ശരിയാണല്ലോ അല്ലേ? ആണ്. ശരിയാണ്. ഇതുവരെയുള്ള ഉത്തരങ്ങളെല്ലാം ശരി തന്നെയാണ്. ഫോട്ടോഗ്രാഫർ? യെസ്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി? നോ. ഇന്ത്യൻ ഫോട്ടോഗ്രാഫേഴ്സിൽ ദ മോസ്റ്റ് അക്രഡിറ്റഡ് അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ അംഗീകാരങ്ങൾ നേടിയ ഇന്ത്യൻ ഫോട്ടോഗ്രാഫറാണ്. അത് നമ്പർ 1 എന്ന് പറയാവുന്ന ആളാണോ? യെസ്.
ഞാൻ എൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ ഒരു ചോദ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചോട്ടെ. 15ാമതായിട്ട് ഞാൻ ചോദ്യമായി തന്നെ കൂട്ടാൻ ഞാൻ ആവർത്തിക്കുന്നു. താങ്കൾ വിചാരിച്ച വ്യക്തി ഇന്ത്യയിലാണോ ജനിച്ചത്? ഇന്ത്യയിലാണ്. അല്ല, ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ത്യൻ ആണോ എന്നുള്ള ചോദ്യം മാത്രമേ ചോദിച്ചു. അത് എങ്കിൽ ഇപ്പോൾ ചോദിക്കുന്നു, ഇന്ത്യയിലാണോ ജനിച്ചത്? യെസ്, ഇന്ത്യയിലാണ്. എന്ന് പറയാൻ പറ്റില്ല. അതൊരു യെസ് ചെക്കാണ്. അതായത് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതെ അതെ. അദ്ദേഹം ജനിച്ച സ്ഥലം ഇന്നത്തെ ഇന്ത്യയിലുണ്ടോ? അല്ല 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 ബ്രിട്ടീഷ്. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത ചോദ്യം, ഞാൻ കണ്ണടച്ചാലും എനിക്ക് എൻ്റെ രാജ്യത്തെ കാണാം എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയാണോ അദ്ദേഹത്തെ ഏറ്റവും ശ്രദ്ധേയനാക്കിയത്? ഐ ക്യാൻ സീ മൈ കൺട്രി ഈവൻ വെൻ മൈ ഐസ് ആർ ക്ലോസ്ഡ് ആൻഡ് മൈ ക്യാമറാസ് ഷട്ടേഴ്സ് ആർ ക്ലോസ്ഡ് പിടിച്ചു അതല്ല എന്ന് പറഞ്ഞ ആളാണോ? അതെ. 16 ചോദ്യങ്ങൾ രാജസൂയം. മിസ്സിസ് ഗാന്ധിയുടെ ഇന്ദിരാഗാന്ധിയുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ പകർത്തിയ ആളാണോ അദ്ദേഹം? യെസ്. മദർ തെരേസയുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ പകർത്തിയ ആളാണോ അദ്ദേഹം? യെസ്. ഇൻഡോ പാക് യുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ ചിത്രങ്ങൾ പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചത് അദ്ദേഹത്തിൻ്റെതാണോ? യെസ്. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 20, whether his surname starts with the letter C? യെസ്. സൺനെയിം. സർനെയിം. അതെ. അദ്ദേഹത്തിൻ്റെ എന്താ നമ്മൾ സമുദായ നാമം എന്നൊക്കെ പറയും. അതെ. ഇന്ത്യ കണ്ട എക്കാലത്തെയും ഏറ്റവും മഹാനായ ഫോട്ടോഗ്രാഫർ ജനിച്ചത് ഇന്ത്യയിലല്ല. അദ്ദേഹം ജനിച്ചത് പാകിസ്ഥാനിലാണ്. നേരത്തെ അന്ന് അദ്ദേഹം ജനിച്ചത് സ്വാതന്ത്ര്യത്തിന് കുറച്ച് മുമ്പാണ് അദ്ദേഹം ജനിച്ചത്. പക്ഷേ പാകിസ്ഥാനിലാണ് ജനിച്ചത് എങ്കിലും സ്വാതന്ത്ര്യത്തിൻ്റെ മുറിവിനെ തുടർന്ന് അദ്ദേഹം പക്ഷേ പാകിസ്ഥാൻകാരനായല്ല ജീവിച്ചത്, അദ്ദേഹം ഭാരതീയനായി ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശ്രദ്ധേയമായ പ്രസ്താവന ഇതാണ്: കണ്ണടച്ചാലും ക്യാമറയുടെ ഷട്ടർ ഇട്ടാലും എനിക്ക് എൻ്റെ രാജ്യത്തെ എപ്പോഴും കാണാൻ കഴിയും. ഐ ക്യാൻ സീ മൈ കൺട്രി, ഐ ക്യാൻ ഫീൽ മൈ കൺട്രി ഈവൻ വെൻ മൈ ഐസ് ആർ ക്ലോസ്ഡ് എന്നുള്ള പ്രസ്താവന. രാജ്യം അദ്ദേഹത്തിന് പത്മ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. പത്മശ്രീയാണ്. പത്മ പുരസ്കാരം എന്ന് പറയുന്നത് ഇതിനേക്കാളെല്ലാം ഉപരി ഇന്ത്യൻ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ പട്ടികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദ ഫസ്റ്റ് ഇന്ത്യൻ എവർ ഇൻ ദ ഹിസ്റ്ററി ടു ബി അക്രഡിറ്റഡ് ടു ദ മാഗ്നം ഓപ്പസ് എന്ന് പറയുന്ന ഒരൊറ്റ ഫോട്ടോഗ്രാഫറേ ഉള്ളൂ. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശസ്തി. സോ ഇറ്റ്സ് ദ ലെജൻഡറി പേഴ്സണാലിറ്റി രഘുറായ് ചൗധരി അല്ലേ? നല്ല സെലക്ഷനാണ് രഘുറായ് ചൗധരിയുടേത്. രഘുറായ് വിശ്വപ്രസിദ്ധനായ ഇന്ത്യൻ ഫോട്ടോഗ്രാഫർ, ഫോട്ടോ ജേർണലിസ്റ്റ്. ന്യൂദില്ലി പബ്ലിക്കേഷന്റെ പത്രസ്ഥാപനമായ ദി സ്റ്റേറ്റ് സ്റ്റാമിനിൽ ജോലിയിൽ പ്രവേശിച്ചുവെങ്കിലും ആ ജോലി ഉപേക്ഷിച്ച് സ്വതന്ത്ര ഫോട്ടോഗ്രാഫറായി ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നടത്തിയ ചിത്ര പ്രദർശനങ്ങൾ അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങൾ നേടിക്കൊടുത്തിട്ടുണ്ട്. ബംഗ്ലാദേശ് കലാപം, ഭോപ്പാൽ ദുരന്തം മുതലായവയെ ആധാരമാക്കി അദ്ദേഹം പകർത്തിയ ചിത്രങ്ങൾ വിഖ്യാതങ്ങളാണ്. നിരവധി ഫോട്ടോ ജേർണലുകൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള രഘുറായിയെ 1971 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. അവിടുത്തെ രഘുറായ് ചൗധരി ഓർക്കാൻ കാര്യം, സാർ ഞാനും ഫ്യൂജി ഫിലിമിൻ്റെ എക്സ് അംബാസഡറാണ്. ഞാൻ സാറും എക്സ് അംബാസഡർ. അത് ശരി. ഈ രഘുറായ് ചൗധരിയുടെ പേര് ഓർക്കുന്നതിന് പകരം നിങ്ങൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ പട്ടികയിൽ ഇപ്പോൾ ഒരുപാട് പേരുണ്ട്. നമ്മുടെ കേരളത്തിലെ ബാലൻ നമ്പ്യാർ തുടങ്ങി ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് ആ കൂട്ടത്തിൽ ഒരാളായിരുന്നെങ്കിൽ പക്ഷേ ചിലപ്പോൾ എത്തിച്ചേരാൻ പ്രയാസപ്പെടുമായിരുന്നു. പക്ഷേ രഘുറായ് സാറിന് എനിക്ക് പുള്ളിയുടെ പടങ്ങളാണ് എന്നെ കൂടുതൽ ഫോട്ടോഗ്രാഫിയിലോട്ട്. പക്ഷെ നിങ്ങളാണ് എന്നെ നിങ്ങളുടെ അവസരങ്ങൾ നശിപ്പിച്ചത്, നിങ്ങളാണ് വിജയിക്കാൻ. കാര്യം എന്താ? എൻ്റെ ഒന്ന് രണ്ടല്ല 8 ചോദ്യത്തിൽ ഫോട്ടോഗ്രാഫിയിലേക്ക് എത്തി. 8 ചോദ്യത്തിൽ ഫോട്ടോഗ്രാഫിയിൽ എത്തുകയും ഇന്ത്യൻ ഫോട്ടോഗ്രാഫർ എന്ന് പറയുകയും ചെയ്താൽ ഏത് ഇന്ത്യക്കാരൻ്റെയും മനസ്സിൽ ആദ്യം പേരല്ലേ? പക്ഷെ എനിക്ക് സാറ് പറയുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ഇവിടെ സാറിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇതാണ് എനിക്ക് ഫോട്ടോഗ്രാഫർ എന്നതിൽ എനിക്ക് അഭിമാനമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങൾ, പിന്നെ ഭോപ്പാൽ ദുരന്തത്തിൽ ആ കുട്ടിയുടെ പടം, അതൊന്നും ഒരിക്കലും നമുക്ക്. വേറൊരു കാര്യം അറിയോ, രഘുറായ് ചൗധരിക്ക് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. രഘുറായ് ചൗധരി ഇന്ദിരാഗാന്ധിയെക്കുറിച്ചുള്ള ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് രഘുറായ് ചൗധരി. ഈ പീറ്റർ ഉസ്തിനോവ് എന്ന് പറയുന്ന റഷ്യൻ ഡോക്യുമെൻ്ററി മേക്കറിൻ്റെ ഡോക്യുമെൻ്ററിയുമായി ബന്ധപ്പെട്ട ആ മുഹൂർത്തത്തിലാണ് ഒക്ടോബർ 31 ഇവർ കൊല്ലപ്പെടുന്നതൊക്കെ. അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഇന്ദിരാഗാന്ധിയുടെ ജീവിതത്തിലെ ചിത്രങ്ങളോടൊപ്പം ചേർത്തുകൊണ്ടുള്ള നമ്മളൊരു സിനിമ കാണുന്നത് പോലുള്ള ഫോട്ടോ ബുക്കാണ് അദ്ദേഹത്തിൻ്റേത്. മദർ തെരേസയുടേത്
ബ്രിട്ടീഷ് ഡോക്യുമെൻ്ററി ക്രിയേറ്ററായിരുന്ന താരിഖ് അലി മദർ തെരേസയെ വിമർശിച്ചുകൊണ്ട് മദർ തെരേസ ദ ഹെൽസ് ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഡോക്യുമെൻ്ററി ചെയ്തു. ആ സമയത്തും രഘുറായിയുടെ മദർ തെരേസയെക്കുറിച്ചുള്ള പിക്ചർ ബുക്ക് വളരെ ശ്രദ്ധേയമായ ഒരു കൗണ്ടറായിട്ട് മാറിയതാണ്. ഇൻഡോ പാക് യുദ്ധകാലത്തും അദ്ദേഹം അതിർത്തിയിൽ നടത്തിയ ചിത്രങ്ങളും ഒക്കെ അന്തർദേശീയ ശ്രദ്ധ ആകർഷിച്ചു. പത്മശ്രീ കൊടുത്ത് രാജ്യം ആദരിച്ച ഇന്ത്യയിലെ ഏറ്റവും മഹാനായ ഫോട്ടോഗ്രാഫർ. ഒരു ഫോട്ടോഗ്രാഫർ എന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പെരുമ പെറ്റ മേഖല മാറ്റി നിർത്തിയാൽ പോലും എനിക്ക് തോന്നുന്നു 10 ഒരു എണ്ണമറ്റ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ ധാരണ. പക്ഷേ ഇതാണ് പിക്ചർ ബുക്സാണ്, ഫോട്ടോ ബുക്സ് എന്നാണ് അതിന് പറയാവുന്നത്. ഒരു വെർസറ്റൈൽ ജീനിയസ് ആയിരുന്നു അദ്ദേഹം. ഇപ്പോൾ 85-90 വയസ്സായി കാണും. 82 കഴിഞ്ഞു. രഘുറായ് ചൗധരി എന്ന ഫോട്ടോഗ്രാഫറിൻ്റെ പേര് മനസ്സിലോർമ്മിച്ച് തന്മയും അരുണും അശ്വമേധത്തിൽ മത്സരിച്ചുവെങ്കിലും പ്രേക്ഷകർക്ക് അതുകൊണ്ട് അത്ര വലിയ സന്തോഷമില്ല. വേട്ടയ്യനിൽ ചിത്രയെ കണ്ടവരാണവർ. വേട്ടയ്യനിലെ ചിത്രയിലേക്ക് തന്മയ എത്തുന്നതിന് മുൻപ് തന്മയ എങ്ങനെയാണ് ആ ചിത്രത്തിൻ്റെ ക്രിയേറ്റേഴ്സിൻ്റെ സൃഷ്ടികർത്താക്കളുടെ ഹൃദയത്തിൽ ഇടം കൊണ്ടത്, ഓഡിഷന് തന്മയ ചെയ്തത് എന്തൊക്കെയാണ്, അത് കാണാനാകട്ടെ ഇനിയുള്ള നേരം ഈ ഇടവേളയ്ക്ക് ശേഷം. അതിനു മുൻപ് അനീഷ പ്ലീസ്. രണ്ടുപേരും കൂടി വാങ്ങിച്ചു. സ്റ്റേ ട്യൂൺഡ്, പോകരുത്. തന്മയയുടെ ജീവിതത്തിൻ്റെ ഗ്രാഫ് മാറ്റിമറിക്കുന്നതിന് കാരണമായ ആ നിർണായക പെർഫോമൻസുകൾ നമുക്ക് കാണാം. ஸ்கூல் எல்லாரும் எஸ்கர்ஷனு போகிறேன். സ്കൂളിൽ எல்லாரும் எஸ்கர்ஷனு போகிறேன். എന്നാ நானும் போட்டையா? சா ஸ்கூல் எல்லாரும் எஸ்கர்ஷன் போகிறேன். നീ പോകണ്ട. எல்லாரும் போகிறேன். என் கிளாஸில் எல்லாரும் போகிறேன். നീ പോകണ്ട. അല്ല ചാ അവിടെ നമ്മൾ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അല്ല നമ്മളെ ഗേൾസും എല്ലാവരും പോകും. ടീച്ചർ പറഞ്ഞു കുറച്ച് പൈസ ആവുള്ളൂ, പൊക്കോട്ടാ. കുറച്ച് പൈസ ആവുള്ളൂ? പൈസ ഒന്നുമില്ല, വിടാനൊന്നും പറ്റിയൊന്നുമില്ല. നീ പോ. ചാ അല്ല ഇതിൻ്റെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലായില്ലേ? കുറെ നേരമായിട്ട് വന്ന് നടക്കണമല്ലോ. പൈസ അല്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്തോന്ന്? എനിക്ക് 100 കാര്യമായിട്ട് നിൽക്കണം. മിണ്ടി പോരുത്. അല്ല ചാ, ഇത് ഇങ്ങനെ സ്കൂളിൽ എന്ന് പറയുമ്പം കുറച്ച് പൈസ ടീച്ചർ വിടാം, പിന്നെ പറയാൻ കേൾക്കച്ച എന്ന് പറയുമ്പോൾ ടീച്ചറും പൈസ ഇടും, ബാക്കി എല്ലാവരും എല്ലാവരും പോണച്ച ഞാൻ പോക്കോളൂ പ്ലീസ് അച്ഛ, എല്ലാവരും പോണച്ച എനിക്ക് പോണം. ആര് പോകുന്നു? നമ്മ ക്ലാസ്സിലുള്ള നിന്റെ കൂട്ടുകാരികൾ എല്ലാവരും പോകുന്നുണ്ടോ? പോണുണ്ട്. ആരൊക്കെ പോകുന്നുണ്ട്? എനിക്ക് മാത്രം ഒന്നിനും പോകാൻ പറ്റില്ല പ്ലീസ് അച്ഛ. നീ ഒരിടത്തും പോകണ്ട. പ്ലീസ് അച്ഛ. നിന്നെ ഒരിടത്തും വിടയില്ല. വിടൂലെന്നല്ലേ പറഞ്ഞ? എന്താണ് കുറെ നേരമായിട്ടും മിണ്ടാടിയാ കൂടെ അവളെ വന്നേക്കുന്നു. എന്റെ കരച്ചിലൊന്നും എന്റെ അടുത്ത് കാണിക്കില്ലേ? പറഞ്ഞിട്ടുണ്ട്. എല്ലാരും പോണുണ്ട്. എന്തോ ആര് പോകുന്നുണ്ട്? കള്ളക്കരച്ചിൽ കാണിക്കല്ലേ? കള്ളക്കരയല്ല, കള്ളക്കരച്ചിൽ തന്നെ. എല്ലാരും പോണം. എല്ലാം കാരണം അങ്ങനെ നടന്നു. എല്ലാരും പോണേ. അവളെ അത്യാവശ്യം പോ. എന്തുണ്ടെങ്കിലും അങ്ങോട്ട് കള്ളക്കരച്ചിൽ നോക്കാനേ. നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം. ബയോഡേറ്റ അയക്കേണ്ട വിലാസം ashwamedham@kairalitv.in.